ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ വരെ നമ്മള് കൂട്ടായ്മയെ കുറിച്ച് മാണിസാറിൽ നിന്ന് കേട്ടു. ഇപ്പോൾ നമ്മൾ അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരിക. കുടുംബത്തില് അല്ലെങ്കിൽ കുടുംബവും കൂട്ടായ്മയും എന്താ? നോക്കൂ, ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അതായത് മനുഷ്യനെ കൂട്ടായ്മയിലേക്ക് സൃഷ്ടിച്ചു. വളരെ വ്യക്തമാണ്, കൂട്ടായ്മയിലേക്ക് സൃഷ്ടിച്ചു. അപ്പൊ ദാമ്പത്യം അത് ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള വളരെ നല്ലൊരു സ്വപ്നമാണ്. അപ്പൊ നോക്കുക, കൂട്ടായ്മയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവർക്കെല്ലാം ഒരുക്കി കൊടുത്തിരിക്കുക. പക്ഷെ ആ കൂട്ടായ്മ തകർന്നത് നമുക്കറിയാം. ഇപ്പോഴ് ദമ്പതികളുടെ കൂട്ടായ്മ, ആ ദമ്പതികളുടെ കൂട്ടായ്മ തകർന്നത് ദൈവത്തിൽ നിന്ന് മാറി പോയപ്പോഴാണ്, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി വ്യാപരിച്ചപ്പോഴാണ്. അപ്പോഴ് കുടുംബവും കൂട്ടായ്മയും എന്ന വിഷയം ചിന്തിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിൽ കുടുംബം കൂട്ടായ്മയായി നിലകൊള്ളാൻ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യ അവബോധം നമ്മുടെ ഇടയിൽ ആവശ്യമാണ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ദൈവ സാന്നിധ്യ അവബോധമാണ് കുടുംബങ്ങളെ കൂട്ടായ്മയിൽ കാത്ത് സൂക്ഷിക്കുന്നത്. ദൈവ സാന്നിധ്യ അവബോധം. ഇനി രസകരമായ കാര്യം, സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാര് ഒന്നിക്കുന്നതോടെ ദൈവം ഈ കൂട്ടായ്മ വലുതാക്കുകയാണ്. രസകരമാണ്. കുടുംബത്തിലെ കൂട്ടായ്മ വികസിത ചക്രവാളമുള്ള കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ വികസിക്കേണ്ട ചക്രവാളം ഉള്ള കൂട്ടായ്മയാണ്. കണ്ടോ? അപ്പോഴ് ഭാര്യ ഭർത്താക്കന്മാര് കൂട്ടായ്മയിൽ ഒന്നിച്ചു വരുന്നു. അവരുടെ ദാമ്പത്യ കൂട്ടായ്മയിൽ നിന്ന് മക്കള് ജനിക്കുന്നു. അപ്പോഴ് കൂട്ടായ്മ വളരുകയാണ്. ഇനി ഈ മക്കള് വലുതാകുന്നു, ഒരാളെ വിവാഹം കഴിപ്പിക്കുന്നു. അപ്പോഴാ കൂട്ടായ്മയുടെ തലം പിന്നെയും മാറി. ഒരൊറ്റ കുടുംബം എന്നുള്ള രീതിയിൽ, ഒരു കുടുംബം എന്നുള്ള രീതിയിൽ നിന്നിരുന്നത് ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് വന്നു കയറിയിട്ടുള്ള മോളുടെ കുടുംബം കൂടിയുണ്ട്, അവിടുത്തെ അപ്പച്ചനും അമ്മച്ചും ഉണ്ട്. കൂട്ടായ്മ. അപ്പോൾ കുടുംബത്തിലെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു 4 ചുവരുകൾക്കുള്ളിൽ അപ്പനമ്മ മക്കൾ എന്നുള്ള രീതിയിൽ ഉള്ള കാഴ്ചപ്പാട് അത് ശരിയല്ല. അതാണ് പറഞ്ഞു വരുന്നത്. മറിച്ച് അത് വികസിക്കുന്ന ഒരു കൂട്ടായ്മ ചക്രമാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മറിയം നസ്രത്തിലെ ആ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നവളാണോ? തീർച്ചയായും ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിറവേറ്റിയാണ്. പക്ഷേ നോക്കൂ, മറിയം 167 കിലോമീറ്റർ യാത്ര പുറപ്പെടുന്നുണ്ട്. 167 കിലോമീറ്റർ. നസ്രത്ത് നിന്ന് ഐൻകരം വരെ, സ്നാപകന്റെ വീട് വരെ 167 കിലോമീറ്റർ. അതായത് ഇട്ടാവട്ടമല്ല കൂട്ടായ്മ. കാനായിലെ കല്യാണം നോക്കൂ. കാനായിലെ കല്യാണം വിരുന്നില് അവിടെ നിന്ന് വിരുന്ന് നടക്കുന്നു. നമ്മളവിടെ കാണുന്നു, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. കണ്ടോ? യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുവിന്റെ അമ്മ. എന്നിട്ട് അതിന് തൊട്ട് പിന്നാലെ എന്താ എഴുതിയേക്കണേ? യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോ മറിയത്തിന്റെ പ്രത്യേകത, മറിയം എല്ലാ വീട്ടിലെയും അമ്മയാണ്. എല്ലാ വീട്ടിലെയും അമ്മയാണ് മറിയം. എന്തൊരു രസമായിട്ടുള്ള ഒരു മാതൃത്വമാണത്. എന്തൊക്കെ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ പറയുന്നുണ്ട്. ഒരു ഫോൺ കോളും വേണ്ട, ഒരു ലെറ്ററും അയക്കണ്ട, ഒരു വാട്സാപ്പും അയക്കണ്ട, ഒന്നും പറയണ്ട. ആരെങ്കിലും പറഞ്ഞ് കേട്ടാൽ മാത്രം മതി, മറിയം ഉടനെ അവിടെ ചെല്ലും. എന്താ? എന്റെ സ്വന്തമാണെന്നേ കൂട്ടായ്മ, എന്റെ സ്വന്തമാണെന്നേ.
കൂട്ടായ്മ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, വികസിക്കുന്ന ചക്രവാളമുള്ള ഒന്നാണ് കുടുംബം. ബൈബിളിലെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനുള്ള സ്വപ്നം അതാണ്. നിങ്ങൾ 128 സങ്കീർത്തനം വായിച്ചു. വളരെ സുന്ദരമാണ് 128 സങ്കീർത്തനം. ഒരു ആ സങ്കീർത്തനം വരുന്നു, അപ്പൊ ഉണ്ടടാ കുടുംബത്തിലെ കുടുംബനാഥൻ പുറത്തുനിന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബനാഥനെ നോക്കി അദ്ദേഹം പറയുന്നു, ഓ കർത്താവിന് ഭയപ്പെടുന്ന നീ അനുഗ്രഹീതനാണ്, നിന്റെ ഭാര്യ നിന്റെ ഭവനത്തില്. അപ്പൊ നോക്കുമ്പോ ഉണ്ടടാ വീട്ടില് അടുക്കളയില് ഭാര്യ ചെയ്യുന്ന ജോലികൾ കാണാൻ പറ്റുന്നുണ്ട്, വളരെ നേർത്ത രീതിയിൽ. പിന്നെ ഉണ്ടടാ മക്കള് അവിടെ ആ മേശയ്ക്ക് ചുറ്റും കളിക്കുന്നുണ്ട്. അപ്പോ ഈ കുടുംബനാഥന് അനുഗ്രഹം, കുടുംബനാഥനെ കുറിച്ച് നല്ലത്, ഭാര്യയെ കുറിച്ച് നല്ലത്, മക്കളെ കുറിച്ച് നല്ലത്, അങ്ങനെ കൂട്ടായ്മയുടെ ഒന്നാം ഭാഗം അതാണ്. ഇനി പക്ഷെ അതുകൊണ്ട് സങ്കീർത്തനം തീരുന്നില്ല. കുടുംബത്തിന്റെ കൂട്ടായ്മയുടെ രണ്ടാം ഭാഗം തുടങ്ങുകയാണ്. സിയോനിൽ നിന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. സിയോൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ദേവാലയമുള്ള ഇടമാണ്. നോക്കൂ, വിശ്വാസി സമൂഹത്തിന്റെ കേന്ദ്രമാണത്. അപ്പോ നിന്റെ വീടും ദേവാലയവും തമ്മിൽ കൂട്ടായ്മ. എത്ര രസകരമായ ഒരു കാര്യമാണ്. നിന്റെ വീടും കർത്താവിന്റെ വീടും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടെന്ന്, കൂട്ടായ്മ. നിന്റെ കുടുംബവും സഭയും തമ്മിലുള്ള ഒരു ലിങ്ക് ഉണ്ട്. എത്ര രസകരമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആ ഒരു സങ്കീർത്തനം 124 സങ്കീർത്തനം പിന്നീട് മുന്നോട്ട് പോകുമ്പോ നിന്റെ മക്കളുടെ മക്കളെ നീ കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ജെറുസലമിന്റെ ഐശ്വര്യം നീ കാണും എന്ന് പറയുന്നുണ്ട്. നോക്കൂ, കുടുംബത്തിന്റെ ഐശ്വര്യം കൊണ്ടെല്ലാം ആകുന്നില്ല എന്നാണ്. സഭയുടെ ഐശ്വര്യം, വിശ്വാസി സമൂഹത്തിന്റെ ഐശ്വര്യം, രാഷ്ട്രത്തിന്റെ ഐശ്വര്യം, ഇതെല്ലാമാണ് സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം വ്യക്തിത്വത്തിന്റെയും ഐശ്വര്യവുമായി സങ്കീർത്തകൻ കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുടുംബവും കൂട്ടായ്മയും എന്ന ആ ഒരു അതിന്റെ അർത്ഥതലങ്ങൾ എത്രയോ വിശാലമാണ് എന്ന് നിങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് നമ്മുടെ കുടുംബം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശരിക്കും കൂട്ടായ്മയിലാണോ? ഇപ്പൊ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂട്ടായ്മയിലാണ്, കമ്മ്യൂണിയനിലാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റൂ? എന്തെങ്കിലും പ്രശ്നങ്ങളോ, സംസാരിക്കാതിരിക്കലോ, തെരുവോ, എന്തെങ്കിലും ഒഴിഞ്ഞു മാറലോ, ഒളിച്ചു വെക്കലോ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കർത്താവേ, ഇന്ന് കുടുംബവും കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കൂട്ടായ്മ ഇന്ന് ശക്തിപ്പെടണമേ, ഇന്ന് ബലപ്പെടണമേ. അതിന് കേൾക്കാൻ ആനച്ചെവി വേണം, കാണാൻ മത്തങ്ങ കണ്ണു വേണം, ക്ഷമിക്കാൻ ഒരു യമണ്ടൻ ഹൃദയം വേണം. കൂട്ടായ്മയ്ക്ക് വേണ്ടത് ആനച്ചെവിയും മത്തക്കണ്ണും യമണ്ടൻ ഹൃദയവുമാണ്. എന്താണ് ആനച്ചെവി? കേൾക്കാനാണ്. കേൾക്കാൻ എപ്പോഴും സന്നദ്ധമായിരിക്കുന്ന അവസ്ഥ. പലപ്പോഴും പ്രശ്നം കേൾക്കുന്നില്ല. കൂട്ടായ്മ ബലപ്പെടാത്തതിന്റെ കാരണം എന്താ? കേൾക്കാൻ തയ്യാറല്ല. പിന്നെ കാണുന്നില്ല. വലിയ പ്രശ്നം. കാണുന്നില്ല. കുടുംബം അന്ധന്മാരുടെ അല്ലെങ്കിൽ അന്ധരുടെ ഒരു ആവാസ കേന്ദ്രം എന്ന് പറയേണ്ട അവസ്ഥ. മറ്റേയാളുടെ മുഖത്തിന് വരുന്ന ഭാവമാറ്റങ്ങൾ, അയാളുടെ വിഷമങ്ങൾ, അയാളുടെ ബുദ്ധിമുട്ടുകൾ, അയാൾക്കുണ്ടാകുന്ന ആത്മസംഘർഷങ്ങൾ,
ഇതൊന്നും കാണുന്നില്ല. ഒടുവിൽ വലിയ ഒരു പടുകുഴിയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞു, അയ്യോ, ഇത്രയും അവസ്ഥയായിരുന്നു. ആനച്ചെവി വേണം കുടുംബ കൂട്ടായ്മയ്ക്ക്, മത്തക്കണ്ണു വേണം കുടുംബ കൂട്ടായ്മയ്ക്ക്, യമണ്ടൻ ഹൃദയം വേണം കുടുംബ കൂട്ടായ്മയ്ക്ക്, കുടുംബത്തിലെ കൂട്ടായ്മ. ക്ഷമിക്കാനുള്ള മനസ്സ്, ക്ഷമിക്കാനും പൊറുക്കാനുള്ള മനസ്സ്, വലിയൊരു മാർജിൻ ഇടുക. നമ്മുടെ കാരണന്മാരും നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരും ഒക്കെ നമ്മളെ എഴുതാൻ പഠിപ്പിച്ചത് എങ്ങനെയാ? മാർജിനിട്ടല്ലേ? മാർജിനിട്ട് എഴുതാനാണ് പഠിപ്പിച്ചത്. ചെറുപ്പം മുതൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പരിശീലനമാണ് മാർജിനിട്ട് എഴുതുക. സത്യത്തിൽ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് മാർജിനിടുക. മറ്റേയാളുടെ കുറവുകൾക്ക് ഒരു മാർജിൻ പോട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളുമായി, മാതാപിതാക്കളുമായി, മക്കളുമായി ഒക്കെയുള്ള നമ്മുടെ ബന്ധവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും സഹോദരങ്ങളോട് കെറുവിച്ചിരിക്കാമോ? ആ കണ്ണി അകന്നു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ കണ്ണി വിട്ടുപോയിട്ടുണ്ടോ? ഇതുവരെ ആ വീട്ടിൽ ഞാൻ ബോധപൂർവം കേറാതെ മാറി മാറി നടന്നിട്ടുണ്ടോ? ആ വ്യക്തിയെ കാണാതെ മാറി മാറി നടന്നിട്ടുണ്ടോ? ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ, എൻ്റെ കൂട്ടായ്മ, എൻ്റെ സഹോദരനുമായിട്ടുള്ള സഹോദരിമായിട്ടുള്ള കൂട്ടായ്മ ബലപ്പെടുത്തണമേ. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ കുടുംബത്തിൽ മാത്രമല്ല, ചുറ്റുപാടുകളിലേക്കും കൂട്ടായ്മ. നമ്മുടെ അടുത്ത വീട്ട്, അവിടെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അവിടുത്തെ അവസ്ഥ എന്താണ്? നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ വേറെ ആര്? നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ വേറെ ആര്? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നൊരു ചോദ്യവുമായി ഒരുത്തൻ വന്നു. പക്ഷെ ഈശോ അവസാനം അവന് മറുപടി കൊടുത്തത് നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ്. അയൽക്കാരനെ തേടേണ്ട, അയൽക്കാരൻ ആവുക. സമരിയാക്കാരൻ ആയതുപോലെ അയൽക്കാരൻ ആവുക. അയൽക്കാരനെ തേടേണ്ട. അയൽക്കാരനെ തേടിയാലുള്ള പ്രത്യേകത എന്താ? ആരൊക്കെയാണ് അയൽക്കാരെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പുറത്താക്കാൻ പറ്റും. അതാണ് ആരാണ് എൻ്റെ അയൽക്കാരെന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഡയറക്റ്റ് ഉത്തരം വന്നാലുള്ള കുഴപ്പം. മറിച്ച് ഒരു വേലിയുമില്ലാതെ, ഒരു മതിലും ഇല്ലാതെ, സമയമാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആരെങ്കിലും ഒന്ന് വരണം കേട്ടോ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഒരു മതിലും വേലിയുമില്ലാതെ എല്ലാവർക്കും അയൽക്കാരനാവുക എന്നാണ്. പ്രിയപ്പെട്ട ഒരു നല്ല സമരിയാക്കാരന്റെ ഉപമ മാർപ്പാപ്പ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പത്തല്ലി തൂത്തിയിൽ ഒരു ചാപ്റ്റർ മുഴുവൻ ആ ഉപമയാണ്. സത്യത്തിൽ അത് സോളിഡാരിറ്റിയുടെ ഉപമയാണ്, ഐക്യദാർഢ്യത്തിന്റെ ഉപമയാണ്, കൂട്ടായ്മയുടെ ഉപമയാണ്. അപ്പൊ പറയുന്നു, ലോകത്തിൽ രണ്ടേ രണ്ട് ഗണം മനുഷ്യരേ ഉള്ളൂ. മനുഷ്യരെ അങ്ങനെ തിരിക്കാനൊന്നും പറ്റില്ല. മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭാഷയുടെ പേരിലോ വംശത്തിന്റെ പേരിലോ ഭൂഖണ്ഡങ്ങളുടെ പേരിലോ ഒന്നും മനുഷ്യരെ തിരിക്കാൻ പറ്റില്ല. മനുഷ്യരെ തിരിക്കാൻ പറ്റുന്നത് രണ്ടു ഗണങ്ങളായിട്ടാണ്. ഒന്ന്, കടന്നു പോകുന്നവരും കടന്നു ചെല്ലുന്നവർ. കടന്നു പോകുന്നവർ, ആ പുരോഹിതനും ലേവായനും കടന്നു പോയവർ. അവരുടെ ആ പോക്ക് സത്യത്തിൽ അതിനു മുൻപേ പോയ ഒരു കൂട്ടരെ പോലെ കവർച്ചക്കാർ. അവനെ ആക്രമിച്ച് കടന്നുപോയി അവൻ. എന്നാൽ നോക്കൂ, നല്ല സമരായൻ കടന്നു ചെന്നു. അത് കൂട്ടായ്മയുടെ മനസ്സാണ്. ഈ കടന്നു ചെല്ലൽ ആർക്കൊക്കെ സാധിക്കുമോ അവർക്കാണ്
സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെ വലത്തുഭാഗത്ത്, അല്ലെ, രാജാവിന്റെ വലത്തുഭാഗം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈശോ പറഞ്ഞത്. ഞാൻ രോഗിയായിരുന്നു, കണ്ടോ, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവരോട്, സഹിക്കുന്നവരോട്, രോഗികളായിരിക്കുന്നവരോട്, ആരും പോലും ഇല്ലാത്തവരോട്, മാർജിനലൈസ്ഡ് ആയിരിക്കുന്നവരോട്, അവരോട് ഐക്യദാർഢ്യം ഉണ്ടാവുക എന്നൊരർത്ഥവും കൂടി കുടുംബത്തിന് കൂട്ടായ്മയുടെ തലത്തിൽ തന്നെ വരുന്നുണ്ട്. എനിക്ക് ഒരു ചേച്ചിയെ അറിയാം. 20ാമത്തെ വീടാണ് ഇപ്പോ. 2 വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ഒത്തിടത്തായിട്ടില്ല, വേറൊരെണ്ണം 28ാം തീയതി ബ്ലെസ്സിംഗ് ആണ്, നാളെ. 20ാമത്തെ വീടാണ്. എല്ലാവരും പറയുന്നത് ഭ്രാന്താണ്. ശരിയാണ്, സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ ഭ്രാന്താണ്. എനിക്കൊരു കൂരയുണ്ടെങ്കിൽ കൂരയില്ലാത്ത എന്റെ സഹോദരന് കൂര ഉണ്ടായിരിക്കണം. അതാണ് നിലപാട്. ക്യാൻസർ രോഗമൊക്കെ ബാധിച്ച് പല സമയങ്ങളിലായി പലപ്പോഴായി ബാധിച്ച് പല അവയവങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷെ ഓടി നടക്കുക, ആരോഗ്യമായി ഓടി നടക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം, പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയാണ്, ഈ ഐക്യദാർഢ്യമാണ്, കടന്ന് ചെല്ലാനുള്ള മനസ്സ്. ഇപ്പോഴ് ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിന്റെ ചക്രവാളം അത് വികസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ കുടുംബത്തിന്റെ ചക്രവാളം ശരിക്ക് വികസിച്ചാലേ സ്വർഗം കുടുംബമായി മാറുകയുള്ളൂ. വളരെ വ്യക്തമാണ്. സ്വർഗം എന്റെ കുടുംബമായി മാറണമെങ്കിൽ ഞാൻ എൻ്റെ ഇട്ടാവട്ടത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിന്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി പ്രത്യേകിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക്, സഭയിലേക്ക്, സമൂഹത്തിലേക്ക്, രാഷ്ട്രത്തിലേക്ക്, ആവശ്യമുള്ളവരുടെ ഇടയിലേക്ക് അയൽക്കാരനായി ഇറങ്ങണം. ഈ ഒരു കാര്യം പ്രായോഗികമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.